ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ പാവയ്ക്കയും തക്കാളിയും വെച്ച് നല്ല അടിപൊളി റോസ്റ്റാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കടുക് ഇവിടെ നന്നായി പൊട്ടി വരുന്നുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. പച്ചമുളകും തക്കാളിയും കറിവേപ്പിലൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച കൈപ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇവിടെ പാവയ്ക്കാന്നും കൈപ്പയ്ക്കാന്നും പറയാറുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കത് അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ പാവയ്ക്ക തക്കാളി റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ കയ്പ്പൊന്നും ഉണ്ടാവില്ല, കുറവുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.